എക്സ്ക്യൂസ് മീ, ഗിവ് മീ എ വേ. എല്ലാം റെഡിയല്ലേ? മുഴുവൻ പപ്പടം ഒട്ടിച്ച് തീർന്നു. സാരമില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇത് തന്നെ എടുത്ത് വർക്കാം. ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. ഒറ്റ ചവിട്ടോട്ടിയുണ്ടല്ലോ. നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ഇന്ന് വൈറലായിട്ടുള്ള ഒരു അമ്മാവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മാവന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഫുൾ ടാറ്റൊക്കെ അടിച്ചില്ല അമ്മാവനാ. അമ്മാവാ ആകെ ടാറ്റൊക്കെ അടിച്ചില്ല അമ്മാവാ. അത് ഈ ഓരോ ടാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ആണോ? ഏതാ കുരങ്ങൻ? ആള് കാനഡയിൽ ഷെഫാണ്. രണ്ടാമത്തെ മകൻ ആൽവിൻ ജോസ് കപ്പലിലെ ക്യാപ്റ്റനാണ്, മെർച്ചന്റ് നേവി. മകള് കാനറ ബാങ്കിലെ ഓഫീസർ. ഈ ടാറ്റു കണ്ട എന്റെ മോള് കോർപ്പറേഷനില് തൊഴിലുറപ്പിന് പോകണം. മറ്റേ അടിച്ച പേരല്ലേ? അതാണോ ചൂലടിച്ചുള്ള? ചൂലടിച്ചത്. ഓ, ഇതെന്താ സ്റ്റാർ? ഇത് സ്റ്റാർ എന്റെ മോന് അമേരിക്കയിലാണ്. പോൺ സ്റ്റാർ ആണ്. പോൺ സ്റ്റാർ. ഓ, അടിപൊളി അടിപൊളി. പേര് ജോസഫ്. ഓക്കെ. ഇത് മൂന്നാമത്തെ മോൻ തങ്കപ്പൻ. ഇതൊരു യൂറോപ്പിൽ വർക്ക് ചെയ്യണ ക്ലീനിങ് ആണ്. ഓ, മരുമകൻ മുൻസിഫ് മജിസ്ട്രേറ്റ് മാനന്തവാടി കോർട്ട്. ഈ ടൈഗർ എന്താ സംഭവം? പിന്നെ ഇതൊക്കെ എന്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാരും ഇത്ര നല്ല മക്കൾ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ മറക്കാണ്ടിരിക്കാൻ അടിച്ചില്ല. മക്കൾ വന്ന വഴി അടിപൊളി ഡിസൈനൊക്കെ അടിച്ചിട്ട് കാണിക്കാൻ പറ്റല്ലേ? വീടിന്റെ ആധാരം പണയത്തിൽ. അത് പണയത്തില് ഈ മക്കളൊക്കെ പഠിപ്പിച്ചിട്ട് നിലനിർത്തി വീടിന്റെ ആധാരം പണയത്തിലാണ്. അപ്പൊ മറക്കാണ്ടിരിക്കാൻ കൊള്ളാട്ടാ. സൂപ്പറാണ്. സൂപ്പർ. അവൻ ആ സീതയെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ തകർന്നു പോയ ഹനുമാനെ വീണ്ടും ഇറക്കി ഷൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ വാലൂറിയും. ചെല്ലതാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്നെ നോക്കിയിരുന്നവളാ കുഞ്ഞിക്കുരുക്കണ്ണാൽ മല്ലു പേപ്പർ, നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കഴിവുണ്ടോടാ? നീ എന്റെ മുന്നിൽ ഇങ്ങോട്ട് വാ. നീ ആദ്യം രണ്ടെണ്ണം എന്റെ മുന്നിൽ വാ. വന്നോണ്ടല്ലോ കാണിച്ചു തരാം ഞാൻ. എന്നാലും എടാ മല്ലു പേപ്പർ, നിന്നെ എന്റെ കണ്ണു മുന്നിൽ വന്നോണ്ടല്ലോ തുപ്പും. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നീ ഷണ്ടനാടാ. ഷണ്ടൻ പരമച്ചറ്റ കല്യാണം കഴിഞ്ഞു. മല്ലു റാപ്പർ എന്നാണ് അവരുടെ യഥാർത്ഥം. പക്ഷെ എന്നെ രേണാസുനെന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ അവരെ മല്ലു പെപ്പർ എന്ന് ഇട്ട്. നമ്മുടെ ഈ അടുത്ത് രേണുസുതി വധഭീഷണി വരെ മുഴക്കേക്കുന്ന 2 പേരാണ്. അവരെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മല്ലു റാപ്പേഴ്സ്. അയ്യോ